ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മാഞ്ചസ്റ്റർ വരെ പോയതാണ് കേട്ടോ. പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തൊന്നുമല്ല, പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചില്ല. അപ്പോൾ അതെ, അവിടെ ചെന്ന് നമ്മുടെ ഫ്രണ്ട്സാണ്. ഇവർ നേരത്തെ ഒരു 2 മാസം മുന്നേ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂള് പോയതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു 2 മാസമായിട്ടുണ്ട്. ഇവര് ഞങ്ങളെ പൂളി കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇവര് ഞങ്ങളെ ഇപ്പോൾ അടുത്ത പറ്റിക്കാൻ പോവാ. നമുക്ക് നോക്കാം ഇവരെങ്ങോട്ടാ ഞങ്ങളെ. രാത്രി എന്നോട് മെൽനിയർ വന്നതാ. അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. സിനിമക്ക് പോയതാ, പക്ഷെ സിനിമക്ക് കേട്ടാത്തോണ്ട് അതിവിടെ പറഞ്ഞിട്ട് ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത് കൊച്ചുള്ളോട്ടോ കേട്ടോ. നല്ലത് വേറെ സിനിമയ്ക്ക് പോയതാ. സിനിമയ്ക്ക് പോയതാ. അതെ 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 അതെ. അപ്പോൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ, എന്ത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് മാഞ്ചസ്റ്റർ വന്നതെന്നുള്ളത്. ഞങ്ങൾ ബ്രിസ്റ്റോളിൽ സിനിമ കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ, തുടരെ. അപ്പം നാട്ടിലൊക്കെ കുട്ടികളെ കൊണ്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ 15+ ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ കൊച്ചിനെ കൊണ്ടാണ് കേട്ടോ പോയത്. അവിടെ ചെന്നൊരു പോപ്കോണൊക്കെ മേടിച്ചിങ്ങനെ സെറ്റായി നിന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് 15+ ആണെന്നുള്ളത്. പിന്നെ പെട്ടെന്ന് തന്നെ തീരുമാനം മാറ്റി. ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബ്രിസ്റ്റോളിൽ നിന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, പോയേക്കാന്ന് വിചാരിച്ച് പോയി. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ പ്രൈമാർക്കിൽ പോയി ഞങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. പെട്ടെന്ന് ഇറങ്ങണമെന്നും പറഞ്ഞാണ് കേട്ടോ ഞങ്ങളെ ഷോപ്പ് ചെയ്യാനായിട്ട് കയറ്റി വിട്ടത്. പെണ്ണുങ്ങളുടെ കാര്യമാകുമ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഏകദേശം 1 മണിക്കൂർ മിച്ചം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങാനായിട്ട്. ഷോപ്പിംഗ് കഴിഞ്ഞ് തളർന്ന് വരുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. സോറി, ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വരികയാണ്. ഓ, നല്ല വെയിലും നല്ല ചൂടും. അങ്ങനെ പ്രൈമാർക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മളിതേ മാഞ്ചസ്റ്ററിലുള്ള എയർപോർട്ട് പബ്ബിലേക്കാണ് കേട്ടോ പോയത്. ദേ ഈ കാണുന്നത് കണ്ടോ, ഇതാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള പബ്ബാണ് കേട്ടോ. അപ്പം നമുക്ക് ഫ്ലൈറ്റൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്നതൊക്കെ കണ്ട് ചില്ല് ചെയ്തിരിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു. ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോകാനും ഒക്കെ നല്ല സൗകര്യമാണ് കേട്ടോ. അപ്പോൾ ഇഷാൻകുട്ടന് ഹാപ്പി ആയിരുന്നു. അവനെക്കൊണ്ട് വിചാരിച്ച രീതിയിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവന് ഒരുപാട് എൻജോയ് ചെയ്തു. ഇനി വേറെ എങ്ങോട്ടും പോകാൻ പ്ലാൻ ഇല്ല കേട്ടോ. നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. ഫുഡ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. എന്നാലും നാളെ പോകാൻ പറയരുത് കേട്ടോ, 5 മിനിറ്റ് കഴിഞ്ഞ് പോകാന്നേ പറയുള്ളൂ. നാളെ എല്ലാവർക്കും തന്നെ ഷിഫ്റ്റ് ഉള്ളത് കാരണം ഞങ്ങൾ അന്ന് രാത്രിയിൽ തന്നെ പോകുന്നു കേട്ടോ. 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ അവരോട് ബൈ പറഞ്ഞ് ഞങ്ങൾ ദേ പോവാണ് കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.